വീണ്ടും ജനപ്രിയനാകാൻ ദിലീപ് അണിയറ നീക്കങ്ങൾ ശക്തമാക്കുന്നു. ലാലേട്ടൻ ഫാൻസിനെ കൂട്ടുപിടിക്കാനുള്ള ശ്രമം പൊളിച്ചടുക്കി ഭാഗ്യലക്ഷ്മി. അതിജീവിതയും മഞ്ജു വാര്യരും നിലപാട് കടുപ്പിച്ചതോടെ മോഹൻലാൽ പിൻവാങ്ങും. സർക്കാർ അവൾക്കൊപ്പം നിൽക്കുമ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് അവനൊപ്പം എന്ന് പ്രഖ്യാപിച്ച് വെട്ടിലായി. KSRTC ബസ്സിലും ദിലീപ് സിനിമ ഓഫാക്കി യാത്രക്കാരുടെ പ്രതിഷേധം. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി കുറ്റവിമുക്തനാക്കിയ ദിലീപ് പൊതു ഇടങ്ങളിൽ സജീവമാകാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ജനപ്രിയ നായകൻ എന്ന പരിവേഷം തിരിച്ചുപിടിക്കാനാണ് ദിലീപിന്റെ ശ്രമം. പുതിയ റിലീസിംഗ് ആയ ബബ്ബബയിൽ മോഹൻലാലിനെ ഉൾപ്പെടുത്തിയത് ലാലേട്ടൻ ഫാൻസിനെ ഒപ്പം നിർത്താനുള്ള തന്ത്രമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ദിലീപിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നതാണ് യാഥാർത്ഥ്യം. എറണാകുളം ശിവക്ഷേത്രത്തിലെ പരിപാടിയിൽ നടൻ ദിലീപിനെ പങ്കെടുപ്പിക്കുന്നതിൽ വിവാദം കനത്തത് ഉത്തമ ദൃഷ്ടാന്തം. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രത്തിലെ പരിപാടി മാറ്റിവെച്ചു. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായതിനു ശേഷം പൊതുപരിപാടികളിൽ സജീവമാകാനുള്ള നടന്റെ നീക്കത്തിന്റെ ഭാഗമായാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും തീരുമാനിച്ചിരുന്നത്. ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രത്തിൽ ദിലീപിനെ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചതിന്റെ പോസ്റ്റർ പുറത്തു വന്നതോടെയാണ് പ്രതിഷേധം കനത്തത്. നോട്ടീസ് പുറത്തായതിനു പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രതിഷേധമുയർന്നത്. ആർക്കാണ് ദിലീപിനെ ക്ഷണിക്കാൻ ധൃതിയെന്ന ചോദ്യമാണ് ഉയരുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ സർക്കാർ തന്നെ അപ്പീലിന് പോകാൻ ഒരുങ്ങവെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ദിലീപിനെ ഉദ്ഘാടകനാക്കി വിവാദം ക്ഷണിച്ചു വരുത്തിയത്. കേസിൽ അപ്പീൽ നൽകുമെന്ന് നിയമമന്ത്രി P. രാജീവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതുപോലും കൊച്ചിൻ ദേവസ്വം അധികൃതർ അറിഞ്ഞില്ലേ എന്നാണ് വിമർശനം. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ വിധി പുറപ്പെടുവിച്ച വിചാരണ കോടതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി അതിജീവിതയുടെ ആദ്യ പ്രതികരണം വലിയ വാർത്തയായി. വിചാരണ കോടതിയിൽ വിശ്വാസം നേരത്തെ നഷ്ടപ്പെട്ടുവെന്നും നിയമത്തിന് മുന്നിൽ ആരും തുല്യരല്ലെന്ന് ബോധ്യപ്പെട്ടുവെന്നും അതിജീവിത സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ പ്രതികരിച്ചു. വേദനാജനകമായ 8 വർഷം 9 മാസം 23 ദിവസങ്ങളും കടന്ന് വെളിച്ചത്തിന്റെ നേരിയ ഒരു കണിക കാണുന്നുവെന്ന് വ്യക്തമാക്കിയാണ് അതിജീവിതയുടെ ആദ്യ പ്രതികരണം. തനിക്കുണ്ടായ ദുരനുഭവം കള്ളക്കഥയെന്ന് പരിഹസിച്ചവർക്കുള്ള മറുപടിയാണ് 6 പ്രതികൾക്കുള്ള ശിക്ഷ. വിധിയിൽ അത്ഭുതമില്ലെന്നും വിചാരണ കോടതിയുടെ അന്യായ നീക്കങ്ങൾ 2020 ബോധ്യപ്പെട്ടുവെന്ന് അതിജീവിത കുറിപ്പിൽ വ്യക്തമാക്കുന്നു. കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോഴാണ് അതുവരെ കൈകാര്യം ചെയ്തുവെന്ന രീതിയിൽ മാറ്റമുണ്ടായത്. അങ്ങനെ സംശയിക്കാനുണ്ടായ കാരണങ്ങളും അതിജീവിത കുറിപ്പിൽ അക്കമിട്ട് നിരത്തുന്നു. കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ 3 തവണ അനധികൃതമായി തുറന്ന് പരിശോധിച്ചത് തന്റെ അടിസ്ഥാന അവകാശങ്ങളുടെ ലംഘനമാണ്. ഇതിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടു. ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ലഭിക്കാൻ ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു. വിചാരണ കോടതി ശത്രുതാപരമായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടി 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു. ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് അവർ തന്നോട് വ്യക്തമാക്കി. ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജ് തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടതും സംശയം ബലപ്പെടുത്തി. ആശങ്കയോടെ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനടക്കം കത്തയച്ചു. കേസിന്റെ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങളും മാധ്യമങ്ങളും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷയും നിരാകരിച്ചു. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് വിശ്വാസം പങ്കുവച്ചാണ് അതിജീവിതയുടെ കുറിപ്പ് അവസാനിക്കുന്നത്. അതിജീവിതയ്ക്ക് പിന്തുണയുമായി എത്തിയ നടി മഞ്ജു വാര്യർ നീതി ഉറപ്പാക്കാൻ പുറത്തുള്ള ആസൂത്രകരും ശിക്ഷിക്കപ്പെടണമെന്ന് പ്രതികരിച്ചതും ശ്രദ്ധേയമായി. അതിജീവിതയ്ക്ക് ശക്തമായ പിന്തുണ നൽകി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയും രംഗത്തു വന്നത് ദിലീപിനെ പ്രതിരോധത്തിലാക്കുന്നു. അതിജീവിത 1 ഇഞ്ച് പോലും തളർന്നിട്ടില്ലെന്നും അതിശക്തമായി മുന്നോട്ട് സഞ്ചരിക്കാൻ തന്നെയാണ് അവളുടെ തീരുമാനമെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. നിയമത്തിന്റെ ഏതറ്റം വരെയും അവൾ സഞ്ചരിക്കും. 2 മണിക്കൂർ ഒരു കാറിൽ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായതിനേക്കാൾ കൂടുതൽ അപമാനം അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ അവൾ അനുഭവിച്ചു. അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ലല്ലോ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അതിജീവിതയുടെ പോസ്റ്റ് പങ്കുവച്ചതെന്ന് IFFK വേദിയിൽ ഭാഗ്യലക്ഷ്മി പറഞ്ഞു. കോടതി വിധിയിൽ അപ്പീൽ പോയിരിക്കും. അക്കാര്യം അന്ന് തന്നെ തീരുമാനിച്ചതാണ്. മുന്നോട്ട് സഞ്ചരിക്കുന്നെന്ന് ഔദ്യോഗികമായി പറയേണ്ടത് അവൾ തന്നെയാണ്. നിയമത്തിന്റെ ഏതറ്റം വരെയും പോകും. അവളെ തളർത്താമെന്ന് PR വർക്ക് ചെയ്യുന്നവരോ കൊട്ടേഷൻ കൊടുത്ത വ്യക്തിയോ പൈസ വാങ്ങിയ വ്യക്തിയോ ആരും വിചാരിക്കേണ്ട. ഈ പറയുന്ന എല്ലാ ശിക്ഷകളും കിട്ടത്തക്ക രീതിയിൽ തന്നെ മുന്നോട്ടു പോകും.
നമ്മൾ എല്ലാവരും അവളോടൊപ്പം നിൽക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ഇദ്ദേഹം തന്നെയാണ് കൊട്ടേഷൻ കൊടുത്തതെന്ന് മനസ്സിലായത് വിധി വന്നതോടെയാണ്. കോടതി വിധി കേട്ട് പുറത്തു വന്നപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, സത്യം വിജയിച്ചു എന്നൊക്കെ പറയുന്നതിന് പകരം മറ്റൊരു നടിയുടെ പേരാണ് പറയുന്നത്. ആ നടി വേദിയിൽ സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടല്ല സംസാരിച്ചത്. എന്നെയാണ് പറഞ്ഞതെന്ന് അദ്ദേഹം ചിന്തിക്കുന്നത് അദ്ദേഹം ചെയ്തു എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ വില്ലനിസം ഇനിയും തീർന്നിട്ടില്ല. ഇനിയും ഇതുതന്നെ ചെയ്യുമെന്ന ധൈര്യം അദ്ദേഹത്തിന് കിട്ടിയത് ആ വിധിയിൽ കൂടിയാണ്. വിധി വരുന്ന അന്ന് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മോഹൻലാൽ ആ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത്. ഞാൻ എന്താണ് ചെയ്തതെന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ. അവനു വേണ്ടിയും അവൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞത് നാം കേട്ടു. അയാൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു സാമ്പത്തിക സ്പേസ് ഉണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഭാഗ്യലക്ഷ്മി രൂക്ഷമായി പ്രതിഷേധിച്ചു. ഭാഗ്യലക്ഷ്മിക്ക് പുറമെ മഞ്ജു വാര്യരും റിമ കല്ലിങ്കലും സുപ്രിയ മേനോനുമെല്ലാം അതിജീവിതയ്ക്ക് പിന്തുണയായി രംഗത്തുണ്ട്. നാൾക്ക് നാൾ അത് വർദ്ധിക്കുമെന്നല്ലാതെ കുറയില്ല എന്നതാണ് വസ്തുത. അതിനിടെ പൊതുസമൂഹം ദിലീപ് സിനിമകളെ ഏറ്റെടുക്കില്ല എന്ന വ്യക്തമായ സൂചന നൽകുന്ന സംഭവം അരങ്ങേറി. KSRTC ബസ്സിൽ ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിച്ചതിനെതിരെ യാത്രക്കാർ പ്രതിഷേധമുയർത്തിയതാണ് ആ സംഭവം. നടിയെ ആക്രമിച്ച കേസിൽ നിന്നും കുറ്റവിമുക്തനായല്ലോ എന്ന് ചിലർ എതിരഭിപ്രായം പ്രകടിപ്പിച്ചെങ്കിലും സ്ത്രീകൾ ഒന്നടങ്കം സിനിമ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. പ്രതിഷേധത്തിനൊടുവിൽ സിനിമ നിർത്തിവെച്ചു. തിരുവനന്തപുരം തൊട്ടിൽപ്പാലം KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിൽ ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. അതിജീവിതയ്ക്കൊപ്പം നിൽക്കുമ്പോൾ ദിലീപിന്റെ സിനിമ കാണാനാകില്ലെന്ന നിലപാടിലായിരുന്നു യാത്രക്കാർ. കുടുംബത്തിനൊപ്പം ബസ്സിൽ സഞ്ചരിച്ച പത്തനംതിട്ട സ്വദേശി ലക്ഷ്മി R. ശേഖറാണ് പ്രതിഷേധത്തിന് തുടക്കമിട്ടത്. ഈ വഷളന്റെ സിനിമയാണല്ലോ അമ്മ ഇതിനകത്ത് വച്ചിരിക്കുന്നത് എന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനാണ് ചോദിച്ചത്. അതിൽ ബുദ്ധിമുട്ട് തോന്നി. അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് 2.5 മണിക്കൂർ ബസ്സിലിരുന്ന് സിനിമ കാണാനാകില്ല. അടൂരിലാണ് ഇറങ്ങുന്നതെന്നും സിനിമ നിർത്തണമെന്നും കണ്ടക്ടറോട് പറഞ്ഞു. അല്ലെങ്കിൽ അടുത്ത സ്റ്റോപ്പിലേക്ക് ടിക്കറ്റ് തരാൻ പറഞ്ഞു. നിങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോളൂവെന്നാണ് കണ്ടക്ടർ പറഞ്ഞത്. കോടതി വിധി വന്നതല്ലേ എന്നായിരുന്നു എതിർക്കുന്നവരുടെ വാദം. പക്ഷേ അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്റെ മനസാക്ഷി അനുവദിക്കാത്തതുകൊണ്ട് ബസ്സിലെ മറ്റുള്ളവരോട് ചോദിച്ചു. ദിലീപിന്റെ സിനിമ കാണാൻ താല്പര്യമില്ലെന്നാണ് ബസ്സിലെ വനിതകൾ ഒന്നടങ്കം പറഞ്ഞത് എന്ന് ലക്ഷ്മി പറഞ്ഞു. എല്ലാവരും ഒന്നടങ്കം പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് കണ്ടക്ടർ സിനിമ ഓഫ് ചെയ്തതെന്നും ലക്ഷ്മി പറഞ്ഞു. കോടതി വിധിയിൽ കുറ്റവിമുക്തനായ ദിലീപ് തന്റെ പുതിയ സിനിമ ബബ്ബബ്ബ റിലീസ് ആഘോഷമാക്കാൻ പലതരത്തിലും PR ചെയ്യുന്നുണ്ട്. വിവിധ ക്ഷേത്ര ദർശനം നടത്തുന്ന ദിലീപ് ശബരിമലയിലും ദർശനം നടത്തി. മുഖ്യതന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് വരെ ദിലീപ് സമയം ചോദിച്ചിട്ടുണ്ട്. നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ സകല ദൈവങ്ങളെയും കൂട്ടുപിടിക്കുന്ന ദിലീപിന് തന്റെ ജനപ്രിയൻ ടാഗ് നഷ്ടപ്പെട്ടുവെന്നാണ് KSRTC ബസ്സിലെ സംഭവം അടിവരയിടുന്നത്.